കളിക്കാൻ അറിയുന്നവർക്ക് കളി എപ്പോഴും രസമല്ലേ അബി? നിനക്ക് കളിക്കാൻ അറിയാമെന്ന് ആരാ പറഞ്ഞത്? നിനക്കറിയാവുന്ന മൊത്തം കള്ളക്കളിയല്ലേ? കളിക്കിടയിൽ ചിലപ്പോൾ കള്ളക്കളി ഉണ്ടാവും. അതറിയാത്തൊരു പിന്നെ കളിക്കിറങ്ങിയിട്ട് കാര്യമില്ല. എനിക്ക് പക്ഷേ നേരായ കളികൾ മാത്രമേ അറിയൂ. അപ്പൊ എങ്ങനെ തുടങ്ങല്ലേ? എന്താണ് കലാവതി മാഡം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്? എന്നെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? പ്രതീക്ഷിച്ചു, പക്ഷേ ഇത്ര നേരത്തെ പ്രതീക്ഷിച്ചില്ല. കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും ആശുപത്രി കിടക്കുമെന്നാ വിചാരിച്ചത്. മുറിച്ചിട്ട മുറി കൂടുന്ന സൈസാ ഞാൻ. എന്നാലും ഒരു പോറലേപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു. അതിനൊരു നന്ദി പറയാൻ വന്നാ കൂടെ ഒരു സമ്മാനവും തരാം. എടാ ചക്ക, നീ ഇപ്പൊ നിൽക്കുന്നത് എന്റെ വീട്ടിലാ. ഇപ്പൊ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നറിയോ? വീട് കയറി ആക്രമിച്ചു എന്നും പറഞ്ഞൊരു കേസ് കൊടുക്കാം. വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിച്ചു എന്ന് പറയാം. ഒന്നുകൂടെ കടന്നാൽ ഒരു സ്ത്രീയായ എന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അകത്തായി പോന്നീ. ഈ മാനമുള്ളവരല്ലേ നമുക്ക് അപമാനിക്കാൻ പറ്റൂ? നിങ്ങക്ക് എന്ത് മാന, എന്ത് അന്തസ്? കൊടുക്ക, കേസ് കൊടുക്ക. അപ്പൊ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അയ്യോ, മോനാകെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, ചെയ്യുമെന്ന് പറഞ്ഞില്ല. കലാവതിക്ക് കണക്ക് തീർക്കാൻ ഒരു കാക്കിക്കാരന്റെ സഹായം വേണ്ട. ഇതുവരെയുള്ള എന്റെ സകല കണക്കും ഞാൻ ഒറ്റയ്ക്കാ തീർത്തിട്ടുള്ളത്. അങ്ങനെ ഒരു കണക്ക് തീർക്കലിന്റെ ബാക്കിയാ നിന്റെ നെറ്റിയിൽ കാണുന്നത്. പക്ഷേ മാഡം, ഈ കണക്കൊന്നും അങ്ങനെ തീർന്നിട്ടില്ലല്ലോ. കണക്ക് പറഞ്ഞു തുടങ്ങിയപ്പോഴേ തീർന്നു എന്ന് പറഞ്ഞ എങ്ങനെ? ഇത് നിങ്ങൾ തീർത്ത കണക്ക്. ഇനി എന്റെ കണക്ക് ബാക്കിയുണ്ടല്ലോ. ശരി, അപ്പോ നീ അത് തീർക്ക്. കാണട്ടെ നിന്റെ സാമർത്ഥ്യം. പരാക്രമ സ്ത്രീകളോടല്ല വേണ്ടൂ എന്നല്ലേ പ്രമാണം? എന്നോട് ചെയ്തതിനൊക്കെ പകരം ചോദിക്കാതെ ഞാൻ വിടില്ല. പക്ഷേ നിങ്ങളൊരു സ്ത്രീയായി പോയതുകൊണ്ട്, അതുകൊണ്ട് മാത്രം നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ കണക്ക് ബാക്കി വെക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഞാൻ തീർത്തിട്ടുണ്ട്. മനസ്സിലായില്ല? പറഞ്ഞു മനസ്സിലാക്കുന്നതിൽ ഒരു ത്രില്ലില്ല. കണ്ടു മനസ്സിലാക്കുന്നതല്ലേ നല്ലത്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.